ഹായ് ഓൾ, ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അച്ചാറിന് ഒരുപാട് ഓർഡറുകളുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും പ്രിപ്പറേഷൻസൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം സൂപ്പർ മാർക്കറ്റിൽ പോയി അതിനാവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ വെജിറ്റബിൾസൊക്കെ വേറൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. വീട്ടിലെത്തിയ ഉടനെ വെജിറ്റബിൾസൊക്കെ എടുത്തൊന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാറ്, പായസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എക്സ്പേർട്ടാണ്. അതൊരു പ്രത്യേക രീതിയിലാണ് ഉമ്മ ഉണ്ടാക്കാറ്. അതിന് നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആദ്യം ഉമ്മ കുറേ ഉണ്ടാക്കും. എന്നിട്ട് അത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കും. അതായിരുന്നു ഉമ്മാൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ. ഇമ്മ ഉണ്ടാക്കിയ ഓരോ സാധനങ്ങൾ ഓരോരുത്തർക്ക് ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ് ഉമ്മാക്ക്. അങ്ങനെ ഈ അച്ചാർ സെയിൽ ചെയ്തൂടെ എന്നുള്ളൊരിത് വന്നപ്പോൾ ഉമ്മ അത് സെയിൽ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കാലമൊക്കെ സെയിൽ ചെയ്തിരുന്നു. പിന്നെ അത് നിർത്തേണ്ടി വന്നു. ഇമ്മ പിന്നെ വേറെ ബിസിനസ്സിലും വർക്കിലും ഒക്കെ തിരക്കായതുകൊണ്ട് പിന്നെ അത് നിർത്തി വെക്കേണ്ടി വന്നിരുന്നു. പിന്നെ അത് ഡെയിലി ചെയ്തിരുന്നില്ല. ഗൾഫിൽ പോകുന്നവർക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും മാത്രമായി ഇട്ട് കൊടുക്കൽ. പിന്നെ ഉമ്മാൻ്റെ സിസ്റ്റർക്ക് ഒരു വരുമാന മാർഗമായിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഈ ബിസിനസ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് ഉമ്മ ഇത് പിന്നെയും തുടങ്ങണോ വേണ്ടയോ എന്ന്. അപ്പോഴും കുറേ തിരക്കൊക്കെ ഉള്ള സമയമായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഉമ്മ സാധാരണ ഉണ്ടാക്കി വിൽക്കുന്നതിൽ നിന്ന് എന്ത് വെറൈറ്റി കൊണ്ടുവരാം എന്നായിരുന്നു പിന്നെ ചിന്തിച്ചിരുന്നത്. അങ്ങനെയാണ് ആദ്യം ഫ്രൂട്ട്സ് അച്ചാറും മിക്സഡ് അച്ചാറും ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി. കൂടുതൽ ഓർഡർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായി കഴിഞ്ഞു. ഇമ്മക്ക് ഒറ്റയ്ക്കൊരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇത് തുടങ്ങിയത്. ഇമ്മാൻ്റെ സിസ്റ്ററിനോടും എന്തേലും വരുമാന മാർഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഈ ബിസിനസ് ഒരു സക്സസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് വരുമാനമൊന്നും പ്രതീക്ഷിക്കണില്ല. പക്ഷെ ഒരുപാട് സാധാരണ വീട്ടമ്മമാർക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ ഇമ്മാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വരുമാന മാർഗം ഇല്ലാത്ത വീട്ടമ്മമാർക്ക് ഇമ്മ അച്ചാർ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവരാണിത് സെയിൽ ചെയ്യാറ്. ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നിന്നും ഇമ്മ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. മറ്റ് ഹെൽപ്പൊക്കെ ഞങ്ങളാണ് ചെയ്യാറ്. കുക്കിംഗ് മാത്രമാണ് ഇമ്മ ചെയ്യാറുള്ളൂ. അത് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. മെയിനായിട്ട് ഫ്രൂട്ട്സ് അച്ചാർ, മിക്സ്ഡ് വെജിറ്റബിൾസ് അച്ചാർ, കൈപ്പക്ക, മാങ്ങ, വെളുത്തുള്ളി, പുളിയഞ്ചി ഇതൊക്കെ ഉള്ളു ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കാറ്. മറ്റ് സ്പെഷ്യലായിട്ടുള്ള മീനച്ചാർ, ബീഫ് അച്ചാർ ഇതൊക്കെ ഓർഡർ വരുന്നതിനനുസരിച്ച് മാത്രമേ ഉണ്ടാക്കി വെക്കാറുള്ളൂ. എന്താണോ ഓർഡർ വരുന്ന ഐറ്റം അത് വെച്ച് ഇമ്മ അച്ചാർ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. മെയിനായിട്ട് മൂവിങ് ഉള്ള അച്ചാർ, മിക്സ്ഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അച്ചാർ, പുളിയഞ്ചി, മാങ്ങ ഇതൊക്കെയാണ് മെയിനായിട്ട് പോവാറ്. ഇമ്മാനെ പോലെ കഴിവുള്ള വീട്ടിൽ വെറുതെ ഇരുന്ന് വരുമാനമില്ലാത്ത വീട്ടമ്മമാർ എന്താണോ അവരുടെ കഴിവ് അത് വെച്ച് വരുമാനം ഉണ്ടാക്കാൻ നോക്കണം. പിന്നെ കാശുണ്ടാക്കിയാൽ മാത്രം പോരാ, അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുകൂടി അറിയേണ്ട ഒരു കാര്യമാണ്. നല്ലതുപോലെ ക്യാഷ് മാനേജ് ചെയ്താൽ മാത്രമേ ഉയരങ്ങളിൽ എത്തുള്ളൂ. അങ്ങനെ നല്ലതുപോലെ മാനേജ് ചെയ്തുകൊണ്ടാണ് ഇമ്മക്ക് ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടായത്. അധ്വാനം കൊണ്ട് മാത്രം കാര്യമല്ല, ആ പണം വെച്ച് കൈകാര്യം ചെയ്യാനും അറിയണം. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാർ മാങ്ങ അച്ചാറും ഫ്രൂട്ട്സ് അച്ചാറും കൈപ്പക്ക അച്ചാറും ആണ്. കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്മക്ക് അച്ചാർ ഉണ്ടാക്കുന്ന ഒരു ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു നൈറ്റ് വരെയൊക്കെ ഈ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഇമ്മമ്മയും മാമയും കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചേർന്നിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയത്. ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. അച്ചാർ ഉണ്ടാക്കണ അന്ന് ഒരു ദിവസം കണക്കാണ്. അന്ന് പിന്നെ വേറൊരു പരിപാടി നടക്കാറില്ല. ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഒന്നും നടക്കലില്ല. അച്ചാറുണ്ടാക്കിയ ക്ഷീണത്തിൽ പിന്നെ അങ്ങനെ ഇരുന്ന് പോകും. രാത്രി ഒരു 12 മണി വരെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.